സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണചുമതല വീണ്ടും ഏറ്റെടുത്തു. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മാർ ജേക്കബ് മനന്തോടത്തിന്റെ കാലാവധി അവസാനിച്ചതോടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണചുമതല പൂർണ്ണമായും കർദിനാളിന് കൈമാറിയത്. അതിരൂപതയുടെ സഹായമെത്രാന്മാരായ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത്, മാർ ജോസ് പുത്തൻവീട്ടിൽ എന്നിവരെ ഭരണചുമതലയിൽ നിന്നും നീക്കി. ഇവരുടെ അജപാലന ശുശ്രൂഷ സംബന്ധിച്ച് ഓഗസ്റ്റിൽ ചേരുന്ന സീറോ മലബാർ സഭ സിനഡ് തീരുമാനമെടുക്കും. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മാർ ജേക്കബ് മനന്തോടത്തിന്റെ റിപ്പോർട്ടും നിർദ്ദേശങ്ങളും പഠിച്ച ശേഷമാണ് വത്തിക്കാന്റെ ഈ തീരുമാനം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമീപകാലത്തുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വർഷം മുമ്പാണ് പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് മനത്തോടത്തിന് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല നൽകിയത്. ഇതിന്റെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിരൂപതയുടെ ഭരണ ചുമതല പൂർണ്ണമായും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് കൈമാറിയത്. ഇന്ന് രാവിലെ കർദിനാൾ ഭരണ ചുമതല ഏറ്റെടുത്തു. മാർ ജേക്കബ് മനത്തോടത്ത് പാലക്കാട് രൂപതയുടെ ചുമതലയിൽ തുടരും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഹായമെത്രാന്മാരായ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത്, മാർ ജോസ് പുത്തൻവീട്ടിൽ എന്നിവരെ ചുമതലയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിമാസ ബജറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ സ്ഥിരം സിനഡിന് മേജർ ആർച്ച് ബിഷപ്പ് നൽകണമെന്നും മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവിൽ നിന്ന് വന്നിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ്, ഒരർത്ഥത്തിൽ കൽപ്പനകളാണ്. അതെല്ലാവരും അനുസരിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ അതിരൂപതയിൽ കൂട്ടായ്മ ശക്തിപ്പെടണം. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം. സീറോ മലബാർ സഭയുടെ അടുത്ത സിനഡ് ചേരുന്ന ഓഗസ്റ്റ് വരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണനിർവഹണത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ സഭയുടെ സ്ഥിരം സിനഡിനോട് ആലോചന നടത്തണമെന്നും പൗരസ്ത്യ സഭകൾക്കുള്ള തിരുസംഘത്തിന്റെ പ്രിഫെക്ട് കർദിനാൾ ലേനാർദോ സാദ്രി നിർദ്ദേശം നൽകി. രാജ്യത്തെ സിവിൽ നിയമങ്ങളെ മാനിച്ചുകൊണ്ട് അതിരൂപതയുടെ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാനാവശ്യമായ നടപടികൾ കർദിനാളിന് സ്വീകരിക്കാം. അതിരൂപതയുടെ കൂരിയായിലെ വിവിധ തസ്തികകളിലെ നിയമനങ്ങൾ സ്ഥിരം സിനഡുമായി ആലോചിച്ച് നടപ്പിലാക്കാം. എന്നാൽ കൂരിയായുടെ ആത്യന്തികമായ പുനഃക്രമീകരണം ഓഗസ്റ്റിലെ സിനഡിന് ശേഷം നടത്തുന്നതാണ് ഉചിതം. സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടെ ഭരണനിർവഹണത്തിനാവശ്യമായ തീരുമാനങ്ങൾ ദീർഘവീക്ഷണത്തോടെ എടുക്കുവാൻ സീറോ മലബാർ സിനഡ് ശ്രദ്ധിക്കണം. സഭയിൽ കൂട്ടായ്മയും പരസ്പര സഹകരണവും വളർത്തുവാനാവശ്യമായ നടപടികൾക്ക് പ്രഥമ പരിഗണന നൽകണം. സഭയുടെ സത്യവിശ്വാസവും അച്ചടക്കവും പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന നടപടികൾ സിനഡിൽ രൂപപ്പെടുത്തണമെന്നും കർദിനാൾ ലിയനാർദോ സാദ്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷെയ്ഖ്യാന ന്യൂസ് ബ്യൂറോ, കൊച്ചി.